മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു ദിനപത്രം. PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് സമീപിച്ചത്. 30 മിനിറ്റ് കേരള ഹൌസിൽ വെച്ചാണ് അഭിമുഖം നടന്നത്. സ്വർണ്ണക്കടത്ത് ഹവാല കേസ് സംബന്ധിച്ച ചോദ്യം വേണമെന്നാവശ്യപ്പെട്ടത് PR ഏജൻസിയാണ്. അതിലെ മുഖ്യമന്ത്രിയുടെ മറുപടിയായി ചേർത്ത് PR ഏജൻസി നൽകിയ വരികളാണ്. മലപ്പുറം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം PR ഏജൻസി എഴുതി നൽകിയതാണെന്നും ദ ഹിന്ദു പറയുന്നു. TJ സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ഇത് ഏത് PR ഏജൻസിയാണ്? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണോ PR ഏജൻസി ഹിന്ദുവിനെ സമീപിച്ചത്? ഈ പരാമർശങ്ങൾ, അത് അഭിമുഖത്തിലില്ലാത്ത പരാമർശങ്ങൾ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും അവ്യക്തതകളുണ്ടല്ലോ. രഞ്ജിത്ത്, അതായത് മലപ്പുറം പ്രസ്താവന അങ്ങേയറ്റം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വ്യക്തിപരമായി തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇന്ന് ഹിന്ദു പത്രത്തിനോട് ഈ സംബന്ധിച്ച തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിലൂടെ അവരുടെ വിശദീകരണം ആവശ്യപ്പെട്ടത്. അതിനാണിപ്പോൾ വിശദീകരണം നൽകുന്നത്. ഇതിൽ ഒരു തിരുത്ത് അവർ നൽകുന്നു എന്ന് മാത്രമല്ല, ഹിന്ദു ദിനപത്രം ഒരു ഖേദപ്രകടനം തന്നെ നടത്തുന്നുണ്ട്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ എങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലേക്ക് വന്നു എന്ന കാര്യം തന്നെ ഹിന്ദു വിശദീകരിക്കുന്നു. അവിടെയാണ് ഒരു PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹിന്ദു ദിനപത്രത്തെ സമീപിക്കുന്നത്. കേസൻ എന്നാണ് ആ ഏജൻസിയുടെ പേര്. കഴിഞ്ഞ സെപ്റ്റംബർ 29-ാം തീയതി 30 മിനിറ്റോളം ഡൽഹിയിൽ കേരള ഹൗസിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹിന്ദുവിൻ്റെ 2 ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ സ്വർണ്ണക്കടത്തും ഹവാല കേസുകളുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഈ PR ഏജൻസി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ തന്നെയാണ് മുഖ്യമന്ത്രി നേരത്തെ ഒരു പ്രസ് കോൺഫറൻസിൽ നൽകിയ മറുപടിയാണ് ഇത് എന്ന രീതിയിൽ ഈ മലപ്പുറം സംബന്ധിച്ച പരാമർശം അതിൽ ഉൾക്കൊള്ളിച്ചത്. അവർ എഴുതി തള്ളിയ മറുപടി തങ്ങൾ ഇൻ്റർവ്യൂവിൽ ഉൾക്കൊള്ളിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് ഹിന്ദു നൽകുന്ന വിശദീകരണം. അതായത് ഹിന്ദുവിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന കാര്യം അവർ അംഗീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഹിന്ദു പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹിന്ദു ഇത്തരമൊരു വിശദീകരണം നൽകുന്നത്. ഒരു PR ഏജൻസി വഴിയാണ് ഇത്തരമൊരു ശ്രമമുണ്ടായത്. ഒരു ദേശീയ ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു PR ഏജൻസി നീക്കം ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇത് PR ഏജൻസിയുടെ വീഴ്ചയാണ് എന്നതാണ് ഹിന്ദു ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതായത് ഈ PR ഏജൻസി കോൾസൺ എന്ന PR ഏജൻസിയാണ്. ഇത് നമ്മൾ ഇതിനെ കുറിച്ച് ഓൺലൈനിലൊക്കെ പരിശോധിക്കുമ്പോൾ ഇത് കുറച്ച് ഉത്തരേന്ത്യക്കാർ ചേർന്ന് നടത്തുന്ന ഒരു PR ഏജൻസിയാണെന്ന് മനസ്സിലാകുന്നു. ഇവർ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ സമീപിച്ചത്? അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. കോൾസണെ ആരാണ് ഇത്തരം ഇന്റർവ്യൂവിനായി ചുമതലപ്പെടുത്തിയത്? ഇതിൽ പരാമർശങ്ങൾ എങ്ങനെ കടന്നുകൂടി? ഹിന്ദു പോലെയുള്ള ഒരു ദിനപത്രം ഇത്തരം വിവാദ പരാമർശങ്ങൾ ഒരു ക്രോസ് ചെക്ക് ഇല്ലാതെ കൊടുക്കുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. സംശയങ്ങൾ നിരവധിയാണ് സൈത്ത്. ഇക്കാര്യത്തിൽ ഒരു മാധ്യമ ധാർമ്മികത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഹിന്ദു ദിനപത്രം ഇപ്പോൾ ഈ വിവാദത്തിൽ ഏറ്റെടുക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ഇന്റർവ്യൂവിൽ പറയാത്ത ഒരു പരാമർശം അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എന്ന രീതിയിൽ അച്ചടിച്ചു വന്നത് എന്ന വിഷയത്തിലാണിപ്പോൾ ഹിന്ദു ദിനപത്രം ഒരു തിരുത്തൽ വരുന്നത്. പക്ഷേ നമുക്ക് വ്യക്തതക്കുറവ് വരുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒരു PR ഏജൻസി വഴി ഒരു ദേശീയ മാധ്യമത്തെ സമീപിച്ചത്, അതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവണമെന്ന് PR ഏജൻസി നിർബന്ധം പിടിച്ചത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്കറിയാം, മുഖ്യമന്ത്രിയെ പോലെയുള്ളവർ, അത് കേരള മുഖ്യമന്ത്രിമാരും അല്ല മറ്റു മുഖ്യമന്ത്രിമാരും ദേശീയ തലത്തിൽ വാർത്ത വരണമെങ്കിൽ അത് ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളെ സമീപിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദുവിൽ ലേഖനം വരിക ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ PR വിഭാഗത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസിയെ ബന്ധപ്പെടുകയും അതുവഴി ഹിന്ദു ദിനപത്രത്തിലേക്ക് അഭിമുഖം എത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. മുമ്പ് പലപ്പോഴും വിമർശനം ഉയർന്നതാണ്, മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും കേരളത്തിൽ പറയാതെ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയത് എന്ന ചോദ്യമൊക്കെ ഒരു ഘട്ടത്തിൽ വിമർശനമായി ഉയർന്നു വന്നതാണ്. പക്ഷേ അത് ബോധപൂർവമായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതാണ് PR ഏജൻസി വഴി ഇത്തരമൊരു നീക്കം നടത്തിയത്. പ്രധാന വ്യക്തികൾ, മുഖ്യമന്ത്രിയെ പോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇങ്ങനെ PR ഏജൻസികൾ വഴി അവരുടെ PR വർക്കുകളൊക്കെ നടത്തുന്നത് സ്വാഭാവികമാണ്. നമുക്ക് കേരളത്തിലെ സംവിധാനം തന്നെ മുഖ്യമന്ത്രിക്ക് വലിയൊരു PR ടീമുണ്ട്, പ്രത്യേക സംവിധാനമുണ്ട്. PRDക്ക് പുറമെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ മുഖ്യമന്ത്രി ഒരുക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമായിരുന്നിരിക്കണം ഇത്തവണ ഒരു പിഴവിൽ ചെന്ന് അവസാനിച്ചത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ വിവാദം ഉടലെടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം സജിത്ത്. പ്രത്യേകിച്ചും
ഈ വാർത്താ സമ്മേളനത്തിൽ ഇതിനു മുൻപ് നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ ഈ സമാനമായ ചോദ്യങ്ങൾക്ക് കേരളത്തിലേക്ക് വരുന്ന ഹവാല പണത്തിന്റെ കണക്കും സ്വർണത്തിന്റെ കണക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത കണക്കുകളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം ഒരു മലപ്പുറം കൂടി ചേർന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മുസ്ലിം സംഘടന അടക്കം ഈ വിഷയം വിവാദം ആക്കുകയും ഒപ്പം ആരോപണം ഉന്നയിക്കുകയും പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം അങ്ങനെ ഒരുങ്ങിയതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ചില പരാമർശങ്ങളാണ്, അതിന് ഒരു മസാലക്കൊഴുപ്പ് കൂടി ചേർത്തു എന്നുള്ളതാണ് ഇതിന് പ്രശ്നമായതെന്ന് കരുതണം. അത് കൃത്യമായി തന്നെ നമുക്ക് കോട്ട് ചെയ്യാം. അതായത് മുഖ്യമന്ത്രി അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വെച്ച് നടത്തിയ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏകദേശം 2 മണിക്കൂറിലധികം സമയമെടുത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ബന്ധപ്പെട്ട പരാമർശം ഉണ്ടാവുന്നത്. മലപ്പുറത്ത് ഒരു വർഷം പിടിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുകളും സംഭവങ്ങളും എത്രമാത്രമുണ്ടെന്ന് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. ഇവിടെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന സംശയം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂചന നൽകിയാണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. അന്ന് തന്നെ അതൊരു പൊളിറ്റിക്കൽ ചർച്ചയായതാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു പരാമർശം നടത്തിയത് എന്ന ചോദ്യമൊക്കെ ഉണ്ടായതാണ്. എന്തായാലും ഈ പരാമർശമാവണം, മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശമാവണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത്. അതാണ് ഇത്തരം വിവാദങ്ങളിലേക്ക് മാറുകയും ചെയ്തത്. എന്തായാലും മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ നമ്മളിപ്പോൾ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച ആ വാർത്തയ്ക്ക് സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. മറിച്ച് അദ്ദേഹം മലപ്പുറം എന്ന പേര് പരാമർശിക്കുകയോ അത്രമോ കാര്യമോ ഉണ്ടായിട്ടില്ല. മറിച്ച് ആ പി വി അൻവർ ഉന്നയിച്ച ആ രാഷ്ട്രീയ ആരോപണത്തിന് മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് മറുപടി പറയാനാണ് മുഖ്യമന്ത്രി അതിലൂടെ ശ്രമിച്ചത്. പക്ഷേ ഈ അഭിമുഖത്തിലേക്ക് വന്നപ്പോൾ പശ്ചാത്തലം മാറുന്നു. മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ തരത്തിലുള്ള സാമൂഹിക ഭിന്നിപ്പുണ്ടാക്കാനും രാഷ്ട്രീയപരമായ തിരിച്ചടി ഉണ്ടാക്കാനും ഇട നൽകുന്ന സാഹചര്യമുണ്ട്. രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിക്കാൻ ഇടത് കേന്ദ്രങ്ങൾ ബോധപൂർവമായി അവർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണത്തിന് വ്യത്യസ്തമായാണ് പല ഇടത് നേതാക്കളും പ്രതികരിച്ചത്. കാരണം മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെ എന്തെങ്കിലും പ്രത്യേക ആ മേഖലയിലെ ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും വിഭാഗത്തെയോ അധിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലെന്നാണ് ഇടത് നേതാക്കൾ പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ ഓഫീസ് വിശദീകരിക്കുന്നത് പോലെ മുഖ്യമന്ത്രി മലപ്പുറം എന്ന കാര്യം പരാമർശിച്ചിട്ട് പോലുമില്ല എന്ന് ഓഫീസ് പറയുമ്പോൾ അതൊരു പക്ഷേ പരാമർശിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് ഇതുദ്ദേശിച്ചല്ല എന്നതാണ് രാവിലെ എ കെ ബാലനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞത് എന്നതുകൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഓഫീസ് ഇത് രാവിലെ തന്നെ നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിന്ദുവിൻ്റെ വിശദീകരണവും ഖേദപ്രകടനവും പുറത്തു വരുന്നത്. തീർച്ചയായും ഏതായാലും വലിയൊരു വിവാദ ചുഴിയിലാണ് മുഖ്യമന്ത്രിയും CPM പോയി പെട്ടത്. പ്രത്യേകിച്ച് മലപ്പുറം പോലെ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവാദമായ പരാമർശമുണ്ടായി, അതിൽ വലിയ എതിർപ്പുണ്ടാകുന്നു. മുസ്ലിം സംഘടനകൾ അത് ശക്തമായ എതിർപ്പുമായി അതിനിപ്പോൾ സംഘടനാ വ്യത്യാസമില്ലാതെ രംഗത്ത് വരുന്നു. ലീഗ് ഏറ്റെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരുന്നു. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമാകുന്നു. ഏറ്റവും ഒടുവിൽ ഹിന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഹിന്ദു ദിനപത്രം സമാനതകളില്ലാത്ത വിധമുള്ള ക്ഷമാപണം ഇപ്പോൾ ഹിന്ദു പത്രം മുഖ്യമന്ത്രിയോട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പത്രത്തിന് പറ്റിയ ഒരു പിഴവാണ്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം അവ്യക്തതകൾ ഇപ്പോഴും ഒരുപാട് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് താനും. അങ്ങനെ ആ വലിയൊരു വിവാദം അതിപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്